അപ്പോ ഇഗ്നോയുടെ ഡിസംബർ 2025 ടേം എൻഡ് എക്സാം ദാ എത്തിപ്പോയി. പരീക്ഷയുടെ ആ ഒരു ടെൻഷൻ എല്ലാവർക്കും ചെറുതായിട്ട് തുടങ്ങിക്കാണുമല്ലേ? വിഷമിക്കേണ്ട, ഈ അവസാന നിമിഷങ്ങളിൽ എങ്ങനെ നല്ല ആത്മവിശ്വാസത്തോടെ തയ്യാറെടുത്ത് ഒരു അടിപൊളി വിജയം നേടാമെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. പരീക്ഷ അടുക്കുമ്പോൾ ഒരു ചെറിയ പേടിയും പ്രഷറുമൊക്കെ തോന്നുന്നത് വളരെ സാധാരണയാണ്. പ്രത്യേകിച്ച് ഇഗ്നോയുടെ കാര്യം വരുമ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് പഠിച്ചെടുക്കേണ്ട കാര്യങ്ങളല്ലേ, അപ്പൊ ആ ഒരു സമ്മർദ്ദം കുറച്ചു കൂടുതൽ കാണും. അതെനിക്ക് നന്നായിട്ട് മനസ്സിലാവും. പക്ഷെ പേടിക്കണ്ട കേട്ടോ, ഈ ടെൻഷനില്ലേ, ഇതിനെ നമുക്ക് നല്ലൊരു അടിപൊളി സ്ട്രാറ്റജിയാക്കി മാറ്റാം. അടുത്ത കുറച്ച് സമയം നിങ്ങളുടെ പ്രിപ്പറേഷന് ഒരു ക്ലാരിറ്റി തരാനും കോൺഫിഡൻസ് കൂട്ടാനും സഹായിക്കുന്ന കുറച്ച് പ്രാക്ടിക്കൽ ടിപ്സാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോ നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാം. ആദ്യത്തെ സെക്ഷൻ ഇതാണ്, നമ്മുടെ ഫൈനൽ കൗണ്ട് ഡൗൺ. അതായത് പരീക്ഷയ്ക്ക് തൊട്ടുമുമ്പുള്ള ഈ ദിവസങ്ങളിൽ നമ്മുടെ ലാസ്റ്റ് മിനിറ്റ് സ്ട്രാറ്റജി എന്തായിരിക്കണം. ഇതൊന്ന് ശ്രദ്ധിച്ചു കേൾക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപദേശമാണിത്. ഈ അവസാന ദിവസങ്ങളിൽ പുതിയതായിട്ട് ഒന്നും പഠിക്കാൻ നിൽക്കരുത്. പകരം നമ്മൾ ഇത്രയും നാൾ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി ഉറപ്പിക്കുക, റിവൈസ് ചെയ്യുക. അതാണ് വേണ്ടത്. പുതിയൊരു ടോപ്പിക് ഇപ്പോൾ എടുത്താൽ അത് വെറുതെ നമ്മുടെ കോൺഫിഡൻസ് കളയുകയുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് പരീക്ഷയുടെ തലേ ദിവസം എന്തൊക്കെ ചെയ്യണമെന്ന് നോക്കാം. ഈ ഒരു ചെക്ക് ലിസ്റ്റ് ഫോളോ ചെയ്താൽ പരീക്ഷാ ദിവസത്തെ ആ ഓട്ടപ്പാച്ചിലുണ്ടല്ലോ, അതങ്ങോട്ട് ഒഴിവാക്കാം. നല്ല ശാന്തമായിട്ട് പോയി എക്സാം എഴുതാം. അപ്പോ എന്തൊക്കെയാണ് ഈ കാര്യങ്ങൾ? 1. നമ്മുടെ ഡോക്യുമെന്റ്സ്. 2. എഴുതാനുള്ള സാധനങ്ങൾ. 3. ലോജിസ്റ്റിക്സ്, അതായത് സെന്ററിലേക്കുള്ള പോക്കും വരവുമൊക്കെ. പിന്നെ 4. ഏറ്റവും ഇമ്പോർട്ടന്റ്, നല്ല വിശ്രമം. നമുക്കിത് ഓരോന്നായിട്ട് നോക്കാം. ആദ്യം തന്നെ ഡോക്യുമെന്റ്സ്. ഹാൾ ടിക്കറ്റ് പ്രിന്റ് എടുത്ത് കയ്യിൽ വെക്കുക. മറക്കരുത്, പ്രിന്റ് തന്നെ വേണം. ഫോണിൽ കാണിച്ചാൽ ചിലപ്പോൾ സമ്മതിക്കില്ല. കൂടെ നമ്മുടെ ഒറിജിനൽ ഇഗ്നോ ID കാർഡ്. പിന്നൊരു സേഫ്റ്റിക്ക് ആധാർ പോലൊരു ഗവൺമെന്റ് ID കൂടി കയ്യിൽ വെച്ചോളൂ, എന്തെങ്കിലും ആവശ്യം വന്നാലോ. അടുത്തത് നമ്മുടെ ആയുധങ്ങൾ, അതായത് പേനയും പെൻസിലുമൊക്കെ. ഇതൊക്കെ തലേ ദിവസമേ ഒരു ബോക്സിലാക്കി ബാഗിൽ വെച്ചേക്കണം. ഒരു 2 എക്സ്ട്രാ പേന കൂടി വെച്ചോ. അവസാന നിമിഷം പേന പണി തന്നാൽ പെട്ടുപോകുമല്ലേ. ഇനി പറയാൻ പോകുന്നത് നമ്മളിൽ പലരും അത്ര കാര്യമായിട്ടെടുക്കാത്ത ഒന്നാണ്, ഉറക്കം. തലേദിവസം രാത്രി മുഴുവൻ കുത്തിയിരുന്ന് പഠിച്ചിട്ട് ഒരു കാര്യമില്ല. ഒരു 7-8 മണിക്കൂർ ബ്രെയിനിന് റെസ്റ്റ് കൊടുക്കണം. എന്നാലേ പഠിച്ചതൊക്കെ പിറ്റേ ദിവസം ഓർമ്മയുണ്ടാവൂ. ശരി, അപ്പൊ തലേ ദിവസത്തെ കാര്യങ്ങളൊക്കെ സെറ്റ്. ഇനി നമ്മള് എക്സാം ഹാളിലേക്ക് കടക്കുകയാണ്. ഇവിടെ നമ്മുടെ അറിവ് മാത്രം പോരാ, അത് നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യാനും അറിയണം. ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ എഴുതിയാൽ കൂടുതൽ മാർക്ക് കിട്ടുമെന്നാണ്. ഒരു കാര്യം മനസ്സിലുറപ്പിച്ചോളൂ, നമുക്ക് എന്തറിയാം എന്നതിനൊപ്പം തന്നെ അത് എങ്ങനെ പേപ്പറിൽ എഴുതി വെക്കുന്നു എന്നതും വളരെ വളരെ പ്രധാനമാണ്. നമ്മുടെ ഉത്തരക്കടലാസ് കാണുമ്പോൾ തന്നെ നോക്കുന്ന ആൾക്കൊരു ഇംപ്രഷൻ തോന്നണം. ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ കിട്ടിയോ, ഉടനെ എഴുതി തുടങ്ങരുത്. വെയിറ്റ്, ഒരു 5-10 മിനിറ്റ് എടുത്ത് ആ പേപ്പർ മുഴുവൻ ഒന്നൊടിച്ചു വായിക്കുക. എന്നിട്ട് നമുക്ക് ഏറ്റവും കോൺഫിഡൻസ് ഉള്ള ചോദ്യങ്ങൾ മാർക്ക് ചെയ്യാം. ഈ പ്ലാനിംഗ് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഇനി നമുക്കൊരു പെർഫെക്റ്റ് ആൻസർ എങ്ങനെ എഴുതാമെന്ന് നോക്കാം. നമ്മുടെ ആൻസറിന് നല്ലൊരു സ്ട്രക്ചർ ഉണ്ടെങ്കിൽ പേപ്പർ നോക്കുന്നയാൾക്ക് അത് എളുപ്പമാവും. നമുക്ക് മാർക്കും കൂടുതൽ കിട്ടും. ഏത് ഉത്തരം എഴുതി തുടങ്ങുമ്പോഴും ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. ഒരുപാട് വലിച്ചു നീട്ടേണ്ട, 2-3 ലൈൻ മതി. എന്താണ് നമ്മൾ പറയാൻ പോകുന്നതെന്ന് ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ചാൽ മതി. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഉത്തരങ്ങള് വലിച്ചുവാരി പാരഗ്രാഫായി എഴുതരുത്. പകരം ചെറിയ ഹെഡിങ്ങുകൾ കൊടുക്കുക, എന്നിട്ട് പോയിന്റായിട്ട് എഴുതുക. ഇങ്ങനെ ചെയ്താൽ നോക്കുന്ന ആൾക്ക് നിങ്ങളുടെ പോയിന്റ്സ് പെട്ടെന്ന് മനസ്സിലാകും, മാർക്ക് വീഴുകയും ചെയ്യും. അതുപോലെ തന്നെ എല്ലാ ഉത്തരത്തിനും ഒരു കൺക്ലൂഷൻ വേണം. ഒരു 2 ലൈനിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊന്ന് ചുരുക്കി എഴുതുക. ആൻസറിന് അതൊരു പൂർണ്ണത നൽകും. അത്രയുള്ളൂ. ഇപ്പോ ഈ സ്ക്രീനിലേക്കൊന്ന് നോക്കിക്കേ, വ്യത്യാസം കണ്ടില്ലേ? ഇടതുവശത്തുള്ള ആ രീതി അങ്ങ് മറന്നേക്കുക. വലതുവശത്തുള്ളതുപോലെ ഹെഡിങ്സും പോയിന്റ്സുമൊക്കെ ആയിട്ട് എഴുതാൻ ശ്രമിക്കുക. നിങ്ങളുടെ പേപ്പർ കാണാൻ തന്നെ ഒരു ഭംഗി വരും, മാർക്കും കൂടും. ഇനി വേറെ കുറച്ച് പ്രാക്ടിക്കൽ കാര്യങ്ങൾ. വേർഡ് ലിമിറ്റ് ശ്രദ്ധിക്കണം. ഒരുപാട് എഴുതി സമയം കളയരുത്. പിന്നെ എക്സ്ട്രാ ഷീറ്റ് കിട്ടാൻ ചാൻസ് കുറവാണ്. അപ്പൊ കിട്ടിയ ബുക്ക്ലെറ്റ് നന്നായി ഉപയോഗിക്കാം. പിന്നെ ഏറ്റവും പ്രധാനം, എൻറോൾമെന്റ് നമ്പർ, കോഴ്സ് കോഡ്, ഇതൊക്കെ തെറ്റിക്കാതെ എഴുതണം കേട്ടോ. എല്ലാം എഴുതി കഴിഞ്ഞു. പേപ്പർ കൊടുക്കാൻ പോകുന്നതിന് തൊട്ടുമുൻപ് ഈ 2 കാര്യങ്ങൾ ചെക്ക് ചെയ്യണം. മറക്കല്ലേ. 1. അറ്റൻഡൻസ് ഷീറ്റിൽ ഒപ്പിട്ടോ എന്ന് ഉറപ്പുവരുത്തുക. അതാണ് നമ്മുടെ പ്രൂഫ്. 2. BEVA 181 പോലെ OMR ഷീറ്റുള്ള പരീക്ഷയാണെങ്കിൽ കറുത്ത ബോൾ പെൻ തന്നെ ഉപയോഗിക്കണം. അങ്ങനെ ഒരു പരീക്ഷ കഴിഞ്ഞു, പേപ്പർ കൊടുത്തു. ഇനിയെന്താ? പരീക്ഷ കഴിഞ്ഞിട്ടുള്ള നമ്മുടെ ആറ്റിറ്റ്യൂഡും പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് അടുത്ത പരീക്ഷ വരുന്നുണ്ടെങ്കിൽ. ഒരു എക്സാം കഴിഞ്ഞാൽ അതിന്റെ കാര്യം അപ്പത്തന്നെ വിട്ടേക്കുക.
അയ്യോ അത് തെറ്റിപ്പോയോ ഇത് ശരിയായോ എന്നൊന്നും ആലോചിച്ചിരിക്കരുത്. അത് അടുത്ത പരീക്ഷയെ ബാധിക്കും. കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി അടുത്തത്. അതാണ് നമ്മുടെ ഫോക്കസ്. അപ്പോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ച് നല്ല കോൺഫിഡൻസോടെ പോയി നിങ്ങളുടെ ബെസ്റ്റ് പേപ്പർ എഴുതാൻ റെഡിയല്ലേ? ഈ തന്ത്രങ്ങളൊക്കെ ഉപയോഗിച്ച് പരീക്ഷയെ നേരിടൂ. എല്ലാവരും നന്നായി പരീക്ഷ എഴുതുക. എന്റെ എല്ലാവിധ ആശംസകളും.